വിശകലനം. ബംഗ്ലാദേശിലെ ഹിന്ദു വംശഹത്യ എന്ന നുണബോംബ്. PK നിയാസ്. ബംഗ്ലാദേശിൽ വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ തുടർന്ന് രാജിവെച്ച് ഇന്ത്യയിൽ അഭയം തേടിയ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന വാജിദിൻ്റെ ഏകാധിപത്യ ഭരണകൂടത്തിൻ്റെ വീഴ്ചയ്ക്കു പിന്നാലെ അവിടെയുണ്ടായ അക്രമ സംഭവങ്ങൾക്ക് ശമനമുണ്ടായെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഹസീനയുടെ അവാമി ലീഗിനോടുള്ള അടങ്ങാത്ത ജനരോഷമാണ് അക്രമങ്ങളിൽ കലാശിച്ചത്. രാജ്യത്തെ ന്യൂനപക്ഷമായ ഹിന്ദുക്കൾക്കും അവരുടെ ആരാധനാലയങ്ങൾക്കും നേരെ ആക്രമണമുണ്ടായി. പരമ്പരാഗതമായി അവാമി ലീഗിനെയാണ് ഹിന്ദുക്കളിൽ ഭൂരിപക്ഷവും പിന്തുണച്ചിരുന്നത്. അതിനാൽ അവർക്ക് നേരെയുള്ള ആക്രമണങ്ങൾ ഒട്ടുമുക്കാലും രാഷ്ട്രീയ പ്രേരിതമായിരുന്നു. അവാമി ലീഗ് നേതാക്കൾക്കെതിരെ ഉണ്ടായ ആക്രമണങ്ങളിൽ മുസ്ലിങ്ങൾ എന്നതുപോലെ ഹിന്ദുക്കളും ടാർഗറ്റ് ചെയ്യപ്പെട്ടു. ഹസീന രാജിവെച്ച ആഗസ്റ്റ് 5 ശേഷം മാത്രം 232 പേർ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടുവെന്നാണ് ബംഗ്ലാ ദിനപത്രം പ്രോദോം ആലോ റിപ്പോർട്ട് ചെയ്തത്. അവരിൽ ബഹുഭൂരിപക്ഷവും മുസ്ലിം സമുദായക്കാരായിരുന്നു. സർക്കാർ നിലംപതിച്ച ശേഷം രാജ്യത്തെ 64 ജില്ലകളിൽ 52 ഇടങ്ങളിൽ ഹിന്ദുക്കൾക്കെതിരെ 205 വ്യത്യസ്ത ആക്രമണ സംഭവങ്ങളുണ്ടായതായി ബംഗ്ലാദേശ് ഹിന്ദു ബുദ്ധിസ്റ്റ് ക്രിസ്ത്യൻ യൂണിറ്റി കൗൺസിലും ബംഗ്ലാദേശ് പൂജ ഉഡ്ജാപൻ പരിഷത്തും ഇടക്കാല സർക്കാരിൻ്റെ തലവൻ മുഹമ്മദ് യൂനിസിന് ആഗസ്റ്റ് 9 അയച്ച തുറന്ന കത്തിൽ ചൂണ്ടിക്കാട്ടിയതായി ദി ഡെയിലി സ്റ്റാർ ദിനപത്രം റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. എന്നാൽ എത്ര പേർ കൊല്ലപ്പെട്ടുവെന്ന് മാത്രം ഈ സംഘടനകൾ വെളിപ്പെടുത്തിയില്ല. ഔദ്യോഗിക റിപ്പോർട്ടുകളനുസരിച്ച് ആഗസ്റ്റ് 5 ശേഷം നടന്ന കലാപങ്ങളിൽ 2 ഹിന്ദുക്കൾക്ക് മാത്രമാണ് ജീവൻ നഷ്ടപ്പെട്ടത്. കൊല്ലപ്പെട്ടവരിൽ ഒരാൾ പോലീസുകാരനും മറ്റേയാൾ അവാമി ലീഗ് നേതാവും രംഗ്പൂർ സിറ്റിയിലെ മുനിസിപ്പൽ കൗൺസിലറുമായ ഹരാധൻ റോയിയുമാണ്. 20 ജില്ലകളിലാണ് അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായതെന്ന് പ്രാദേശിക പത്രങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നു. എന്നാൽ ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾ വംശഹത്യക്ക് ഇരയാവുകയാണെന്ന തരത്തിലാണ് വാർത്തകൾ പ്രചരിച്ചത്. സംഘപരിവാർ അത് പ്രചാരണ ക്യാമ്പയിനായി ഏറ്റെടുത്തു. കേരളത്തിൽ RSS ചാനലും ഹിന്ദു ഐക്യവേദിയും പരമാവധി വിഷം തുപ്പി. സംഘപരിവാർ സ്പോൺസർ ചെയ്യുന്ന ദേശീയ ചാനലുകൾ മുതൽ ദിവസം 4 നേരം കൊടും വിഷം പ്രസരിപ്പിക്കുന്ന ABC, മറുനാടൻ, കർമ്മ ന്യൂസ് വരെയുള്ള കേരളത്തിലെ ഡസൻ കണക്കിന് യൂട്യൂബ് ചാനലുകളും സംഘി നിരീക്ഷകരും അവസരം പരമാവധി മുതലെടുത്തു. ബംഗ്ലാദേശിലെ ഏറ്റവും വലിയ ഇസ്ലാമിക പാർട്ടിയായ ജമാഅത്തെ ഇസ്ലാമിയാണ് ഹിന്ദുവേട്ടയ്ക്ക് പിന്നിലെന്ന് വരെ ഇവർ പ്രചരിപ്പിച്ചു. ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട് പുറത്തുവന്ന ഒരു റിപ്പോർട്ടിലും ജമാഅത്തെ ഇസ്ലാമിയുടെ പേരുപോലും പരാമർശിച്ചിട്ടില്ലെന്നിരിക്കെ തെളിവുകളൊന്നുമില്ലാതെയാണ് ഇവർ ജമാഅത്ത് വേട്ട തുടങ്ങിയത്. ഇവർക്കൊപ്പമായിരുന്നു കേരളത്തിലെ CPM സൈബർ സഖാക്കളും. ബംഗ്ലാദേശ് ജമാഅത്തെ ഇസ്ലാമിയുമായി ഔദ്യോഗികമായി ബന്ധമില്ലാത്ത ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമിയെയും പ്രശ്നത്തിലേക്ക് വലിച്ചിഴക്കുന്ന കാര്യത്തിൽ ഇവർ മുന്നണിയായാണ് പ്രവർത്തിച്ചത്. കടുത്ത ഇസ്ലാമോഫോബിക്കും ഗോദി മീഡിയയുടെ മുന്നണി പോരാളിയുമായ അർണബ് ഗോസ്വാമിയാണ് പതിവ് പോലെ സമുദായ സ്പർദ്ധയുണ്ടാക്കുന്നതിൽ ദേശീയ തലത്തിൽ നേതൃത്വം കൊടുത്തത്. വിരുദ്ധ ചേരികളിലുള്ള US-ഉം ചൈനയും പാകിസ്ഥാനിലെ ISI-യും ഇസ്ലാമിസ്റ്റുകളായ ജമാഅത്തെ ഇസ്ലാമിയുമായി ചേർന്ന് നടത്തിയ ഗൂഢപദ്ധതിയാണ് ഹസീന സർക്കാരിനെ അട്ടിമറിച്ചതെന്നായിരുന്നു ഗോസ്വാമിയുടെ കണ്ടെത്തൽ. പ്രഭവ കേന്ദ്രം ഇന്ത്യ. ഗോസ്വാമിയുടെ തീവ്ര വലതുപക്ഷ റിപ്പബ്ലിക് TVയുടെ ബംഗാളി ഭാഷയിലുള്ള റിപ്പബ്ലിക് ബംഗ്ല ചാനലാണ് വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നതിൽ മുൻപന്തിയിൽ. ഇവർ സംപ്രേഷണം ചെയ്ത 50 മിനിറ്റ് ഡോക്യുമെൻ്ററി ഇതിൻ്റെ ഏറ്റവും പ്രകടമായ തെളിവാണ്. ഹിന്ദു വീടുകൾ ആക്രമിക്കപ്പെടുന്നു എന്ന പേരിൽ ചാനൽ നൽകിയ വാർത്തയിൽ പലതും മുസ്ലിം വീടുകളായിരുന്നു. അവാമി ലീഗ് അനുകൂലികളുടെ വീടുകളാണ് ഇങ്ങനെ ആക്രമിക്കപ്പെട്ടത്. ഹിന്ദു സമുദായത്തിൽപ്പെട്ടവരുടെ മാത്രമല്ല, അവാമി ലീഗുകാരായ മുസ്ലിങ്ങളുടെ വീടുകളും അഗ്നിക്കിരയാക്കപ്പെട്ടിട്ടുണ്ട്. ടൈംസ് ഗ്രൂപ്പിൻ്റെ ഉടമസ്ഥതയിലുള്ള മിറർ ന്യൂസിൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ തലക്കെട്ട് ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്കെതിരെ ആക്രമണം, കൂട്ടക്കൊലകൾ എന്നായിരുന്നു. 4 ഹിന്ദു വീടുകൾക്കെതിരെ ആക്രമണം എന്ന ഫൂട്ടേജിൽ പറഞ്ഞ 2 വീടുകളും മുസ്ലിങ്ങളുടേതായിരുന്നു. കൂട്ടക്കൊലയുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയും അതിലുണ്ടായിരുന്നില്ല. 24 പേരെ ജനക്കൂട്ടം ചുട്ടുകൊന്നതായും ഒരു തെളിവുമില്ലാതെ ചാനൽ പ്രചരിപ്പിച്ചു. ഡെയിലി ലേറ്റസ്റ്റ് അപ്ഡേറ്റ് എന്ന X അക്കൗണ്ടിൽ നിന്ന് പോസ്റ്റ് ചെയ്ത ചത്രോഗാമിലെ നോബോഗ്രോഹ് ക്ഷേത്രം തീവെച്ചു നശിപ്പിച്ചെന്ന വ്യാജ വീഡിയോയും അർണബ് ഗോസ്വാമിയുടെ റിപ്പബ്ലിക് TVയുടെ ഔദ്യോഗിക യൂട്യൂബ് ചാനൽ സംപ്രേഷണം ചെയ്യുകയുണ്ടായി. എന്നാൽ ഇങ്ങനെയൊരു സംഭവം നടന്നിട്ടില്ല. ചത്രോഗാം സൗത്ത് ജില്ലയിലെ മറ്റൊരു ക്ഷേത്രത്തിന് സമീപത്തെ അവാമി ലീഗ് ഓഫീസിന് നേരെയുണ്ടായ ആക്രമണമാണ് ഇவ்விധം പ്രചരിപ്പിക്കപ്പെട്ടതെന്ന് ക്ഷേത്ര കമ്മിറ്റിയുടെ ഉപദേശകൻ റോണി ബിശ്വാസിനെ ഉദ്ധരിച്ച് പ്രോദോം ആലോ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. ക്ഷേത്രത്തിനു പിന്നിലെ അവാമി ലീഗ് ഓഫീസാണ് നശിപ്പിക്കപ്പെട്ടതെന്ന് ക്ഷേത്രത്തിൻ്റെ മറ്റൊരു ഭാരവാഹി സ്വപ്പൻ ദാസും BBC യോട് പറഞ്ഞു.
മുസ്ലിങ്ങൾ ഉൾപ്പെടെയുള്ളവർ ആരാധനാലയത്തിന് കാവൽ നിൽക്കുന്നുണ്ടെന്നും ദാസ് കൂട്ടിച്ചേർത്തു. സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിക്കുന്ന വ്യാജ വാർത്തകൾ ഒരു തരത്തിലുള്ള പരിശോധനയും നടത്താതെ ചില ടെലിവിഷൻ ചാനലുകളും പോർട്ടലുകളും അപ്പടി സംപ്രേഷണം ചെയ്യുകയാണെന്ന് ദൈനിക് ആജ്കർ പത്രികയുടെ ഫാക്ട് ചെക്കർ റിദ്വാനുൽ ഇസ്ലാം ചൂണ്ടിക്കാട്ടുന്നു. ഓഗസ്റ്റ് 4 ശേഷം മാത്രം ഹാഷ്ടാഗ് ഉപയോഗിച്ചുള്ള വ്യാജ വാർത്തകൾ 7 ലക്ഷത്തിലേറെ തവണ പ്രചരിപ്പിക്കപ്പെട്ടെന്നും മിക്കവാറും എല്ലാ വ്യാജ പോസ്റ്റുകളുടെയും പ്രഭവ കേന്ദ്രം ഇന്ത്യയാണെന്നും സമൂഹമാധ്യമങ്ങളെ നിരീക്ഷിക്കുന്ന ബ്രാൻഡ് വാച്ച് എന്ന ആപ്പ് കണ്ടെത്തി. ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾ പീഡിപ്പിക്കപ്പെടുന്നതായ വാർത്തകൾ വ്യാജമാണെന്ന് BBC-യുടെ വസ്തുതാന്വേഷണ വിഭാഗമായ BBC വെരിഫൈ നടത്തിയ അന്വേഷണത്തിലും തെളിഞ്ഞിരുന്നു. ഇത്തരം വാർത്തകൾ ഇന്ത്യയിൽ നിന്നുള്ള സാമൂഹ്യ മാധ്യമങ്ങളുടെ അക്കൗണ്ട് വഴിയാണ് പ്രചരിപ്പിക്കപ്പെടുന്നത് എന്നതാണ് അന്വേഷണത്തിൽ വെളിവായ പ്രധാന കാര്യം. ഓൾ ഐസ് ഓൺ ബംഗ്ലാദേശി ഹിന്ദുസ് എന്ന ഹാഷ്ടാഗിൽ എക്സിൽ പ്രചരിച്ച വാർത്തകളിൽ ബഹുഭൂരിഭാഗവും പച്ചക്കള്ളമായിരുന്നു. അതിലൊന്നാണ് ഓഗസ്റ്റ് 7 പോസ്റ്റ് ചെയ്ത വീഡിയോ. ഹിന്ദു സമുദായാംഗത്തിൻ്റെ കട അഗ്നിക്കിരയാവുന്നതും ആളുകൾ കടയിൽ നിന്ന് സാധനങ്ങൾ മാറ്റുന്നതുമായിരുന്നു വീഡിയോ. ഹിന്ദുക്കൾക്കെതിരായ ആക്രമണമെന്ന് പറഞ്ഞ് സംഘപരിവാറിൻ്റെ സുദർശൻ ന്യൂസ് വാർത്ത കത്തിച്ചു. എന്നാൽ ഈ വീഡിയോ ജൂലൈയിലേതാണെന്ന് ബംഗ്ലാദേശിലെ സ്വതന്ത്ര വസ്തുതാന്വേഷണ വിഭാഗമായ ഡിസ്മിസ് ലാബ് കണ്ടെത്തി. മജു ചൗധരി ഹാത്ത് ഗ്രാമത്തിൽ തീപിടുത്തത്തിൽ 15 കടകൾ കത്തിയ സംഭവമുണ്ടായിരുന്നു. അതിൽ ഉൾപ്പെട്ടതാണ് ഈ കടയും. തീപിടുത്തത്തിൻ്റെ കാരണം വ്യക്തമല്ലെങ്കിലും ഹസീനയുടെ രാജിക്ക് വളരെ മുമ്പ് നടന്ന ഈ സംഭവത്തിന് യാതൊരു വർഗീയ മാനങ്ങളും ഉണ്ടായിരുന്നില്ല. അഗ്നിക്കിരയാക്കിയെന്നായിരുന്നു മറ്റൊരു വ്യാജവാർത്ത. തെളിവായി ക്ഷേത്രത്തിനു സമീപം ഒരാൾ ഇരിക്കുന്നതും കത്തിയെരിയുന്ന വീടിൻ്റെ ചിത്രവും നൽകിയിരുന്നു. തീവ്രവാദികളായ ഇസ്ലാമിസ്റ്റുകളാണ് പിന്നിലെന്ന പ്രചാരണവും സമൂഹ മാധ്യമങ്ങളിലൂടെ സംഘപരിവാരം നടത്തി. 10 ലക്ഷത്തിലേറെ ആളുകളാണ് വീഡിയോ കണ്ടത്. നിരവധി തവണ ഷെയർ ചെയ്യപ്പെട്ടു. ചിത്രത്തിലുള്ളയാൾ ലിറ്റൻ ദാസ് തന്നെയായിരുന്നു. എന്നാൽ അഗ്നിക്കിരയാക്കപ്പെട്ട വീട് അദ്ദേഹത്തിൻ്റെതല്ലെന്ന് ജർമ്മൻ ചാനൽ DWവിൻ്റെ ഫാക്ട് ചെക്കിംഗ് ടീം കണ്ടെത്തി. ദേശീയ ക്രിക്കറ്റ് ടീം മുൻ ക്യാപ്റ്റനും അവാമി ലീഗ് MP-യുമായിരുന്ന മഷ്റഫ് ബിൻ മുർത്തസദയുടെ ആയിരുന്നു വീട്. ഇസ്ലാമിക തീവ്രവാദികൾ ഗ്രാമം ആക്രമിച്ചതിനെ തുടർന്ന് രക്ഷപ്പെടാനുള്ള ശ്രമത്തിൽ ഒരു ഹിന്ദു കുളത്തിൽ ചാടുന്ന വീഡിയോയാണ് മറ്റൊന്ന്. കുളത്തിൽ ചാടിയയാൾ മുസ്ലിമാണെന്നും ആക്രമണവുമായി ബന്ധപ്പെട്ടതല്ല പ്രസ്തുത സംഭവമെന്നും ഇന്ത്യൻ ഫാക്ട് ചെക്കർമാരാണ് കണ്ടെത്തിയത്. ധാക്കയിലും നൊവക്കാലിയിലും വ്യത്യസ്ത സംഭവങ്ങളിൽ 2 ഹിന്ദു സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോയെന്ന പ്രചാരണവും പച്ചക്കള്ളമായിരുന്നു. ധാക്കയിലെ ഇര ഹസീനയ്ക്കെതിരായ പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത പെൺകുട്ടിയായിരുന്നു. ഹസീന രാജ്യം വിട്ട ശേഷം നഗരം ശാന്തമാക്കുന്നതിൻ്റെ ഭാഗമായി വിദ്യാർത്ഥികൾ ട്രാഫിക് നിയന്ത്രിച്ചിരുന്നു. ദീർഘനേരം റോഡിൽ സേവനമനുഷ്ഠിച്ച മകളെ മാതാപിതാക്കൾ നിർബന്ധപൂർവ്വം വീട്ടിലേക്ക് കൊണ്ടുപോയതാണ് ഹിന്ദു യുവതിയെ തട്ടിക്കൊണ്ടുപോകലായി മാറിയത്. നൊവക്കാലിയിൽ ഹിന്ദു യുവതിയെ പിടിച്ചുകൊണ്ടുപോയി കൂട്ടമാനഭംഗത്തിന് ഇരയാക്കിയെന്നായിരുന്നു പ്രചാരണം. തട്ടിക്കൊണ്ടുപോകുന്നതിൻ്റെ വീഡിയോയും കിട്ടിയതോടെ സോളിഡ് പ്രൂഫുമായി. എന്നാൽ സംഭവം ഇങ്ങനെ: ഭർത്താവുമായി വേർപിരിഞ്ഞ് മാതാപിതാക്കൾക്കൊപ്പം കഴിയുകയായിരുന്ന യുവതിയെ ഭർത്താവ് ചില സുഹൃത്തുക്കൾക്കൊപ്പമെത്തി വീട്ടിൽ നിന്ന് ബലമായി വലിച്ചിഴച്ചു കൊണ്ടുപോയി. ബംഗ്ലാദേശ് കത്തിയേരിയുന്ന സമയത്തുണ്ടായ സംഭവം പോലുമായിരുന്നില്ല അത്. എന്നാൽ ഇന്ത്യയിൽ സാമുദായിക ധ്രുവീകരണത്തിനായി പാടുപെടുന്ന സംഘപരിവാറും അവയുടെ മീഡിയകളും അതും മുതലെടുത്തു. ഇന്ത്യയിലും ബംഗ്ലാദേശിലും മാത്രമല്ല, ബ്രിട്ടനിലെ വലതുപക്ഷ തീവ്രവാദിയും ഇംഗ്ലീഷ് ഡിഫൻസ് ലീഗിൻ്റെ സ്ഥാപകനുമായ ടോമി റോബിൻസണും ഇത്തരം നുണകൾ പ്രചരിപ്പിക്കുന്നതായി BBC റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. ബംഗ്ലാദേശിൽ ഹിന്ദു വംശഹത്യ എന്ന തലക്കെട്ടിലായിരുന്നു ഇയാളുടെ വിദ്വേഷ പ്രചാരണം. ബ്രിട്ടനിൽ ഈയിടെ അരങ്ങേറിയ മുസ്ലിം വിരുദ്ധ പ്രക്ഷോഭങ്ങളിൽ പങ്കുള്ളയാളാണ് പലതവണ ശിക്ഷിക്കപ്പെട്ട റോബിൻസൺ. അവാമി ലീഗുമായി ബന്ധമില്ലാത്ത ഒരു ഹിന്ദു വീടും ആക്രമിക്കപ്പെട്ടിട്ടില്ലെന്നാണ് ബംഗ്ലാദേശ് നാഷണൽ ഹിന്ദു ഗ്രാൻഡ് അലയൻസ് പ്രസിഡന്റ് ഗോവിന്ദ പ്രമാണിക് തുർക്കി വാർത്താ ഏജൻസി അനദോലിയോട് പറഞ്ഞത്. രാഷ്ട്രീയ ആക്രമണങ്ങളെ ചില ഇന്ത്യൻ മാധ്യമങ്ങൾ ഹിന്ദുക്കൾക്കെതിരായ ആക്രമണങ്ങളായി ചിത്രീകരിക്കുകയാണെന്നും അദ്ദേഹം ആരോപിക്കുന്നു. ഹസീന അധികാരത്തിലിരുന്ന കാലത്ത് ജനങ്ങളോട് ക്രൂരമായി പെരുമാറിയ അവാമി ലീഗിൻ്റെ 2 പ്രാദേശിക നേതാക്കളുടെ വീടുകൾ തൻ്റെ ഗ്രാമത്തിൽ പ്രതിഷേധക്കാർ കയ്യേറിയതായി റെൻ്റേ കാർ ഡ്രൈവർ റഹ്മാൻ ഹീരു അൽ ജസീറയോട് പറയുകയുണ്ടായി. ഹിന്ദുക്കളായതുകൊണ്ടല്ല, അവാമി ലീഗുകാർ ആയതുകൊണ്ടാണ് അവർ കയ്യേറ്റം ചെയ്യപ്പെട്ടത്. വേട്ടക്കാരുടെ ന്യൂനപക്ഷ പ്രേമം. നരേന്ദ്രമോദി ഭരണത്തിൽ ഒരു പതിറ്റാണ്ടിലേറെയായി മുസ്ലിം വേട്ടയ്ക്ക് എല്ലാ സഹായവും ചെയ്തു കൊടുത്തവർ ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾ ആക്രമിക്കപ്പെടുന്നുവെന്ന വാർത്തകൾ പറഞ്ഞു വന്നയുടൻ സടകുടഞ്ഞ് എഴുന്നേൽക്കുന്നതാണ് കണ്ടത്.
അവിടുത്തെ ഹിന്ദുക്കളെ സംരക്ഷിക്കുന്നതിന് BSF ഈസ്റ്റ് കമാൻഡിൻ്റെ അഡീഷണൽ ഡയറക്ടർ ജനറൽ രവി ഗാന്ധിയുടെ നേതൃത്വത്തിൽ ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഒരു കമ്മിറ്റിയെ തന്നെ നിയമിച്ചു. ഏത് രാജ്യത്തെയും ന്യൂനപക്ഷങ്ങൾ ആക്രമിക്കപ്പെടുന്നത് ഒരിക്കലും അനുവദിച്ചുകൂടാത്തതാണ്. ബംഗ്ലാദേശിൽ മാത്രമല്ല, ബ്രിട്ടനിലോ പാകിസ്ഥാനിലോ മ്യാൻമറിലോ ശ്രീലങ്കയിലോ ആയാലും ഇതായിരിക്കണം നിലപാട്. എന്നാൽ സ്വന്തം രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെ വേട്ടക്കാർക്ക് എറിഞ്ഞുകൊടുക്കുന്നവരാണ് അയൽ രാജ്യത്ത് സജീവമായി ഇടപെടുന്നത് എന്നതാണ് ഏറ്റവും പരിഹാസ്യം. ന്യൂനപക്ഷ വിഭാഗത്തിലെ ആർക്കെങ്കിലുമെതിരെ ആക്രമണങ്ങൾ നടക്കുന്നത് കണ്ടാൽ ഹോട്ട്ലൈൻ വഴി വിവരമറിയിക്കണമെന്നും ശക്തമായ ഇടപെടൽ ഉണ്ടാകുമെന്നും ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാർ നടത്തിയതുപോലെയുള്ള പ്രഖ്യാപനങ്ങൾ ഒരിക്കൽ പോലും ഇന്ത്യയിലെ BJP സർക്കാരിൽ നിന്ന് ഉണ്ടായിട്ടില്ലെന്നതും ഓർക്കുക. ഇന്ത്യയിലെ വ്യാജ വാർത്താ പ്രചാരകർ പ്രശ്നം ആളിക്കത്തിക്കാൻ ശ്രമിക്കുമ്പോൾ ബംഗ്ലാദേശിലെ സാധാരണ ഹിന്ദുക്കൾ ഐക്യത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ചിറ്റഗോങ്ങിലെ ശ്രീ സീതാ കാളി മാതാ ക്ഷേത്രത്തിന് പുറത്ത് മുസ്ലിം ഹിന്ദു വിദ്യാർത്ഥികൾ ഭാവി പരിപാടികൾ ആസൂത്രണം ചെയ്യുന്ന തിരക്കിലാണ്. വർഗീയവാദികൾ ഒരുക്കുന്ന കെണിയിൽ നമ്മൾ വീണുപോകരുതെന്ന് മൊയ്നുൽ എന്ന വിദ്യാർത്ഥി ഓർമ്മിപ്പിക്കുന്നു. മുസ്ലിം അയൽവാസികൾ നൽകുന്ന പിന്തുണയ്ക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ലെന്നും ഇനി അങ്ങോട്ടും നമ്മൾ ഒരുമയോടെ ബംഗ്ലാദേശിൽ ജീവിക്കുമെന്നും സ്ഥിരം ക്ഷേത്ര സന്ദർശകനായ ചോത്തോൻ പറഞ്ഞു. ഇന്ത്യയുമായി താരതമ്യം ചെയ്യുമ്പോൾ ബംഗ്ലാദേശിലെ ഏറ്റവും വലിയ ന്യൂനപക്ഷമായ ഹിന്ദുക്കൾ രാഷ്ട്രീയ, ഭരണ, സാമൂഹിക രംഗങ്ങളിൽ സജീവമായി ഇടപെടുന്നുണ്ട്. പിരിച്ചുവിടപ്പെട്ട ഹസീന മന്ത്രിസഭയിൽ 4 പേർ ഹിന്ദു സമുദായത്തിൽ നിന്നുള്ളവരായിരുന്നു. ഭക്ഷ്യമന്ത്രി സദൻ ചന്ദ്ര മജുംദാർ, ആരോഗ്യമന്ത്രി ഡോക്ടർ സമാന്ത ലാൽസെൻ, ലാൻഡ് മിനിസ്റ്റർ നാരായൺ ചന്ദ്ര ചന്ദ, ചിറ്റഗോങ് മലയോര വികസന മന്ത്രി കുജേന്ദ്ര ലാൽ ത്രിപുര എന്നിവർ. 2024 തെരഞ്ഞെടുപ്പിൽ 12 ഹിന്ദു MPമാരാണ് പാർലമെൻറ്റിലെത്തിയത്. മുഖ്യ പ്രതിപക്ഷമായ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി BNP ഉൾപ്പെടെയുള്ളവ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിച്ചതിനാൽ പ്രസ്തുത പാർട്ടികളിലെ ഹിന്ദു സമുദായക്കാർ മത്സരിച്ചിരുന്നില്ല. രാജ്യത്തിൻ്റെ ചരിത്രത്തിലെ ആദ്യ ഹിന്ദു ചീഫ് ജസ്റ്റിസായിരുന്ന സുരേന്ദ്രകുമാർ സിൻഹയെ അവാമി ലീഗിൻ്റെ രാഷ്ട്രീയ താൽപ്പര്യങ്ങൾക്കൊപ്പം നിൽക്കാത്തതിന് ഹസീന പുകച്ചു പുറത്തു ചാടിക്കുകയായിരുന്നു. രാജ്യത്തു നിന്ന് പലായനം ചെയ്ത അദ്ദേഹത്തെ കള്ളക്കേസിൽ കുടുക്കുകയും ചെയ്തു. ഹിന്ദുക്കൾക്കെതിരെ ചിലയിടങ്ങളിൽ ആക്രമണങ്ങളുണ്ടായി എന്നത് ശരിയാണെങ്കിലും അത് പെരുപ്പിച്ചു കാട്ടുകയും ഇസ്ലാമിസ്റ്റുകൾ ബംഗ്ലാദേശിനെ വിഴുങ്ങാൻ പോകുന്നുവെന്ന വ്യാജ വാർത്തകൾ പടയ്ക്കുകയുമാണ് ഇന്ത്യയിലെ മാധ്യമങ്ങൾ ചെയ്യുന്നതെന്ന് ബംഗ്ലാദേശ് ആക്ടിവിസ്റ്റും എഴുത്തുകാരനുമായ അനുപം ദേബാശിഷ് റോയ് പറയുന്നു. BJP സർക്കാരിനും അവരുടെ നിയന്ത്രണത്തിലുള്ള മാധ്യമങ്ങൾക്കും ഇത് ആവശ്യമാണെന്ന് അദ്ദേഹം അൽ ജസീറയോട് പറഞ്ഞു. ഹസീനയെ സ്ഥാനഭ്രഷ്ടയാക്കിയ ജനകീയ വിപ്ലവം യഥാർത്ഥത്തിൽ BJP സർക്കാരിനെയാണ് വെട്ടിലാക്കിയത്. BJPക്കും RSSനും വേണ്ടി പണിയെടുക്കുന്ന ചില മാധ്യമങ്ങൾ അവസരം മുതലെടുത്ത് മുസ്ലിം വിദ്വേഷം കത്തിക്കുകയാണ്. പ്രമുഖ മാധ്യമപ്രവർത്തകനും ദി വയർ എഡിറ്ററുമായ സിദ്ധാർത്ഥ് വരദരാജൻ ചൂണ്ടിക്കാട്ടുന്നു.